എൻ്റെ പുതിയൊരു ഗ്രൗണ്ട് ഓർക്കിഡിലും കൂടെ ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യുന്നതിനും കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ കാണുന്നൊരു ഫ്ലവറുകളാണ് പുതിയൊരു പ്ലാന്റിലുണ്ടായത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ വർഷം ഓൺലൈനിൽ വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്ലാന്റുകളുടെ കളറുകൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു പിങ്ക് പോലൊരു ഇതളുകളും അതിൻ്റെ ആ ടോപ്പിൽ മാത്രം ഒരു യെല്ലോ ലൈൻ വരച്ചു കൊടുത്ത പോലെ അങ്ങനെയുള്ളൊരു ഫ്ലവറുകളാണ് ഇതിൽ പ്ലാന്റിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അത്ര അധികം തൈകൾ കൂടുതൽ ഉണ്ടാവാത്തതുകൊണ്ട് ഇതിലിപ്പോൾ ഏകദേശം 4 സ്പൈക്ക് മാത്രമാണ് വന്നിരിക്കുന്നത്. 3 ഇവിടെ ഫ്ലവർ ആയിട്ടുണ്ട്, ഒരെണ്ണം താഴേന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്ത്. ഇതിൽ നിറയെ തൈകളുള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിറച്ച് സ്പൈക്കുകളുണ്ട്, ഒരു 8 സ്പൈക്കോളുണ്ട്, ഇനി താഴേന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ പ്ലാന്റുകളിൽ കൂടുതൽ തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയാണ് അതിനനുസരിച്ച് അതിൽ നിന്ന് പുതിയ പുതിയ സ്പൈക്കുകൾ പൂവുണ്ടാവാനായിട്ട് വരുന്നു. ഇപ്പോൾ ഇത് എത്രയോ നാളുകളായി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്താ പറയുന്നുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ട്. ഇതിലിപ്പോൾ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, കുറച്ചധികം ദിവസം നിൽക്കും ഇങ്ങനെയുള്ള ഈ സ്പൈക്കിൽ. പിന്നെ വീണ്ടും ഇതിൻ്റെ ഈ സ്പൈക്കിൻ്റെ തന്നെ തൊട്ട് താഴേന്ന് വീണ്ടും പൂക്കളുണ്ടാവും. നമ്മൾ മറ്റ് ഓർക്കിഡുകൾ സാധാരണ നമ്മുടെ ഡെൻഡ്രോബിയം പോലുള്ള ഓർക്കിഡൊക്കെ ഒരുപാട് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ വളർത്താനായിട്ട്. ഇതിന് അത്ര കെയർ ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വളം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്ലാന്റ് മാത്രം ഇങ്ങനെ വലുതായിട്ട് വരും. നമ്മൾ അത്യാവശ്യം DAP പോലുള്ള എന്തെങ്കിലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഒരു 2 ചട്ടിയിലാണ് ഇതുപോലെ 2 ടൈപ്പ് പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഭയങ്കര വെയിൽ നമുക്ക് ഈ പ്ലാന്റിന് പാടില്ല. കാരണം നല്ല വെയിലത്ത് ഫുൾ ടൈം വെയിൽ വേണ്ട, ഒരു 2-3 മണിക്കൂർ നേരമൊക്കെ രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ ഒരു വെയിൽ മതി. ഇത് പുതിയൊരു കളറാണ്, ഇത് റെഡ് കളറാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതിൽ എന്ത് ഫ്ലവർ ഉണ്ടാവുകയെന്നറിയില്ല. തൈ കുറവായതുകൊണ്ട് ഒരു സ്പൈക്ക് മാത്രമാണ് വന്നിട്ടുള്ളൂ. അത് ഫ്ലവർ ഉണ്ടായാലും അറിയില്ല ഏതൊരു ടൈപ്പാണെന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ഒരു 2 വെറൈറ്റിയും കൂടിയും, ഒരു യെല്ലോ കളറ് അത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ കുറച്ച് നോർമൽ വെറൈറ്റീസും ഉണ്ട്.